എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരുവീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് 23-നാണ് എന്ത് ചെയ്യുന്നത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ മാർച്ച് 23-ന് പരീക്ഷകൾ ആരംഭിക്കുമ്പോൾ സപ്ലിമെൻ്ററി എഴുതുന്നവർ റിസൾട്ട് ഒന്നും കൂടി നോക്കുന്നതായിരിക്കും. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ഡിജിറ്റൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബില്ലേക്ക് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തോ. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും നമ്മുടെ വാട്സപ്പ് ചാനൽ കൊണ്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനപ്പെടുന്ന വന്നിരിക്കാം. മാർച്ച് മാസം 23-നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ആരംഭിക്കാൻ പോകുന്നത്. മാർച്ച് മാസം 23-ന് തുടങ്ങി ഏപ്രിൽ മാസം 1-ന് പൂർത്തീകരിക്കുന്ന രീതിയിലാണ് പരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും പ്രിയ വിദ്യാർത്ഥികളോട് പറയുന്നത് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാനാണ് പറയാനുള്ളത്. പിന്നെ സപ്ലിമെൻ്ററി ഇപ്പോൾ 3ഉം 4ഉം വട്ടമൊക്കെ നിങ്ങളിപ്പോൾ 2ഉം 3ഉം വട്ടമൊക്കെ സപ്ലിമെൻ്ററി എഴുതിയിട്ട് പിന്നെയും സപ്ലിമെൻ്ററി എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നിന്ന് റീചെക്ക് ചെയ്യുക. നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലെ റിസൾട്ടുകളൊന്ന് റീചെക്ക് ചെയ്യുക, പ്രത്യേകിച്ച് 6ാം സെമസ്റ്റർ പരീക്ഷയുടെ. കാരണം നമ്മൾ പല വീഡിയോകളിലും പല വിദ്യാർത്ഥികളോടൊക്കെ പറയാറുള്ളൊരു കാര്യമാണ്, ആദ്യം റിസൾട്ട് വരുമ്പോൾ ഫെയിലാകുകയും പിന്നീട് ആ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ പാസ്സായി കാണാറുമുണ്ട്. എല്ലാ വിദ്യാർത്ഥികളുടെ കേസിലും ഇങ്ങനെ സംഭവിക്കുമെന്ന് പറയാറില്ല, പക്ഷേ എന്നാൽ ചില വിദ്യാർത്ഥികളുടെ കേസിൽ നിന്നും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ ഇങ്ങനെ അനുഭവം ഉണ്ടായതായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത്. തീർച്ചയായും പ്രിയ വിദ്യാർത്ഥികൾ, നിങ്ങളിപ്പോൾ ഈ 6ാം സെമസ്റ്റർ പരീക്ഷ ഒരു സപ്ലിമെൻ്ററി ആയിട്ട് എഴുതാൻ പോകുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ 2ഉം 3ഉം തവണ എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങൾ വീണ്ടും അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഒന്ന് ചെക്ക് ചെയ്യുക. സ്റ്റുഡൻറ്റ് പോർട്ടലിലും കൂടെ റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി എങ്ങാനും പാസ്സായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാതെ ഇരിക്കാം. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന സംശയമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത്. ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് കൃത്യമായിട്ട് ഉത്തരവില്ല. പക്ഷേ എന്നാൽ പോലും പല വിദ്യാർത്ഥികളുടെ കേസിലും, ചുരുക്കം ചില വിദ്യാർത്ഥികളുടെ കേസിലെങ്കിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മളോട് അങ്ങനെ വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ആദ്യം എന്ത് ചെയ്യുന്നു, റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് ഫെയിലാണ്. അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ പാസ്സായി പോകുന്ന സാഹചര്യവും ഉണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളൊന്ന് സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് പ്രത്യേകിച്ച് മുടക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ചെക്ക് ചെയ്തത്. അപ്പം ഒന്ന് സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുക. പ്ലീസ് റീചെക്ക് യുവർ സ്റ്റുഡൻറ്റ് പോർട്ടൽ ആൻഡ് ഓൾ സെമസ്റ്റർ റിസൾട്ട്. നിങ്ങൾ 6ാം സെമസ്റ്റർ ഇപ്പോൾ നോക്കുക. അതുപോലെ തന്നെ മറ്റേതെങ്കിലുമൊക്കെ സെമസ്റ്റർ നിങ്ങൾക്ക് സപ്ലി ഉണ്ടെങ്കിൽ ആ സെമസ്റ്ററും കൂടി നിങ്ങളൊന്ന് നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ കാണുന്നവരെ മിസ് കരുത ഫോൺ ടു സ്ക്രൈബ് ഫോർ ദ ഗ്രേഡിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.